ഈശോ മിശിഹായിൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ, നമ്മൾ വിശ്വാസ പ്രമാണത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശ്വാസ പ്രമാണത്തിൻ്റെ ഏറ്റവും അവസാനത്തെ സെൻറ്റൻസിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. അവസാനത്തെ വാക്യം അത് ഇപ്രകാരമാണ്: പാപമോചനത്തിലുള്ള ഏക മാമോദീസായും ശരീരത്തിൻ്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. 3 കാര്യങ്ങളിലാണ് ഇവിടെ നമ്മൾ വിശ്വസിക്കുന്നത്. ഒന്നാമത്തെ കാര്യം ഇതാണ്: പാപമോചനത്തിലുള്ള ഏക മാമോദീസ. 2, ശരീരത്തിൻ്റെ ഉയർപ്പ്. 3, നിത്യായുസ്. കേൾക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നാമെങ്കിലും വളരെ പ്രശ്നം പിടിച്ച ഒരു കാര്യമാണ് ഈ ഏറ്റുപറയുന്ന സത്യം. ഒന്നാമത്തെ കാര്യം ഇതാണ്: പാപമോചനത്തിനുള്ള ഏക മാമോദീസ. ഇതിനകത്ത് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, പാപമോചനം എന്നൊന്നുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കണം. പാപം ചെയ്താൽ അതിന് മോചനമുണ്ട്. അതൊരു വലിയ പ്രത്യാശയാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ പാപം ചെയ്തു എങ്കിലും നമ്മൾ നരകത്തിൽ ചിലപ്പോൾ പോവുകയില്ല. കാരണം പാപം മോചിക്കാനുള്ള അധികാരം കർത്താവ് ഈ ലോകത്തിൽ മനുഷ്യനെ ഏൽപ്പിച്ചു. നമുക്ക് എല്ലാവർക്കും അറിയാം. യോഹന്നാന്റെ സുവിശേഷത്തിൽ വളരെ വ്യക്തമായിട്ട് അത് എഴുതിയിട്ടുണ്ട്: നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും, നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 23-ാമത്തെ വാക്യം. കർത്താവ് ഇവിടെ മനുഷ്യനെ ഏൽപ്പിച്ചിട്ട് പോവുകയാണ്. സ്വർഗത്തിൽ നിന്റെ പാപങ്ങൾ അഴിക്കാനും കെട്ടാനുമുള്ള അവകാശം. നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടും എന്നുള്ളത് കർത്താവിന്റെ ഏറ്റവും വലിയൊരു വാഗ്ദാനമാണ്. അത് നമ്മുടെ വലിയൊരു പ്രത്യാശ നൽകുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഒന്നാമതായിട്ട് നമ്മൾ വിശ്വസിക്കേണ്ടത് ഇതാണ്: പാപങ്ങൾ മോചിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതൊരു വലിയ പ്രത്യാശയാണ്. സ്വർഗത്തിൽ എത്താമെന്നുള്ള പ്രത്യാശയുടെ കാരണം കിടക്കുന്നത് അവിടെയാണ്. അവൻ മരിച്ചത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ബൈബിള് പറയുന്നുണ്ട്. നമ്മുടെ പാപങ്ങളുടെ പൊറുതിക്ക് വേണ്ടി അവൻ പീഡ സഹിച്ച് മരിച്ചു. അപ്പൊ അവൻ പീഡ സഹിച്ച് മരിച്ചത് കൊണ്ട് തന്നെ ഈ ലോകത്തിൽ പാപങ്ങൾ മോചിക്കാനുള്ള അവകാശം ഉണ്ട്. പാപം മോചിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും ആദ്യത്തേതുമായിട്ടുള്ള കൂദാശ എന്ന് പറയുന്നതാണ് മാമോദീസ എന്ന് പറയാം. അപ്പൊ അതുകൊണ്ട് 2 കാര്യങ്ങൾ ഈ ഒരു വാക്യത്തിൻ്റെ അകത്ത്, ആദ്യത്തെ ഒറ്റ വാക്കിൻ്റെ അകത്തുണ്ട്. എന്താണ്? പാപമോചനത്തിലുള്ള ഏക മാമോദീസ. അതായത് പാപം മോചിക്കപ്പെടും. 2, പാപം മോചിക്കാനുള്ള ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളതും ഏറ്റവും ആദ്യത്തേതുമായിട്ടുള്ള കൂദാശ എന്ന് പറയുന്നത് എന്താണ്? മാമോദീസ. മാമോദീസയുടെ പ്രത്യേകത എന്താണ്? മാമോദീസയിലൂടെ CCC, അതായത് നമ്മുടെ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം കൃത്യമായിട്ട് പഠിപ്പിച്ചു തരികയാണ്. മാമോദീസയിലൂടെ നമുക്ക് ലഭിക്കുന്ന കൃപാവരം എന്താണ്? വിശ്വാസ പ്രഖ്യാപനം നടത്തി മാമോദീസ സ്വീകരിച്ച നമ്മിൽ ഒരു പാപവും അവശേഷിക്കുന്നില്ല. ഒന്നും അവശേഷിക്കുന്നില്ല. ഉത്ഭവ പാപമോ നമ്മുടെ ഇഷ്ടപ്രകാരം നമ്മൾ ചെയ്ത പാപമോ ഒന്നും അവശേഷിക്കുന്നില്ല. വളരെ വ്യക്തമായി പറയുകയാണ്: ഉത്ഭവ പാപമോ അതുവരെ നമ്മൾ ചെയ്തിട്ടുള്ള ഏതെങ്കിലും പാപമോ അവശേഷിക്കുന്നില്ല. ഒന്നുകൂടെ അവിടെ കൂട്ടിച്ചേർക്കുകയാണ്: അതിൻ്റെ ശിക്ഷയ്ക്ക് വിപരീതമായി എന്തെങ്കിലും ചെയ്യണോ അതും കൂടെ ഇല്ല. എന്നേക്കുമായിട്ട് പോയി എന്ന് പറഞ്ഞാൽ കടങ്ങളും പാപങ്ങളും എല്ലാം ഒറ്റയടിക്ക് തീർക്കുന്ന ഒരു കൂദാശയാണ് മാമോദീസ എന്ന് പറയുന്ന കൂദാശ. ഒരു കാര്യം കൂടെ അതിൻ്റെ കൂടെ ഇത് കൂട്ടിച്ചേർക്കുന്നുണ്ട്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ കൂട്ടിച്ചേർക്കുന്ന ഇപ്രകാരമാണ്: എങ്കിലും മാമോദീസയുടെ കൃപാവരം ആരെയും പ്രകൃതിയുടെ ദൗർബല്യത്തിൽ നിന്ന് മോചിപ്പിക്കുന്നില്ല. അതുകൊണ്ട് തിന്മയിലേക്ക് നയിക്കുന്ന പാപാസക്തിയുടെ പ്രേരണകളോട് നമ്മൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കണം. മാമോദീസയിലൂടെ അതുവരെ ഉണ്ടായിരുന്ന ഉത്ഭവഭാവവും കർമ്മഭാവവും എല്ലാം തീർന്നു. അതിൻ്റെ പാപശിക്ഷകൾ ഉണ്ടെങ്കിൽ അതും തീർന്നു. അങ്ങനെ ഒരു കാര്യവും ചെയ്യേണ്ടതില്ല. മാമോദീസ സ്വീകരിക്കുന്ന സെക്കൻഡിൽ ഒരാൾ മരിച്ചാൽ അയാൾക്ക് സ്വർഗം ഉറപ്പാണ്. ഒരു കാര്യവും അയാൾക്ക് മിച്ചമില്ലാത്ത വിധം തീർത്തു വിടുന്ന ഒന്നാണ് മാമോദീസ എന്ന് പറയാം. അപ്പൊ ഈ മാമോദീസയിലൂടെ കർമ്മഭാവവും ജന്മഭാവവും തീരും. ഇതൊരു വലിയ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ് അല്ലേ? ഈ ജന്മഭാവം എന്ന് പറയുന്നത് ഭയങ്കര ഒരു ചർച്ചയും ആൾക്കാരുടെ ഇടയിൽ ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നതാണ്. ഈ ജന്മപാപം നമ്മുടെ കുറ്റം കൊണ്ടുണ്ടായ പാപമല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി ആൾക്കാർ പറയാറുണ്ട്. പക്ഷെ ജന്മപാപം ഉണ്ട്. എന്തുകൊണ്ടാണ്? നമ്മൾ ജനിക്കുന്നത് പാപകരമായ ലോകത്തിലേക്ക് ആയതുകൊണ്ട് തന്നെ അവിടെ തന്നെ ഒരു പാപം നമുക്കുണ്ടാവുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ ലോകം എന്ന് പറയുന്നത് പാപത്തിന്റെ ലോകമാണ്.
ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. ഈ ലോകത്തിന്റെ അധികാരി എന്ന് കർത്താവ് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? പിശാചിനെയാണ്. എന്ന് പറഞ്ഞാൽ പിശാച് ഭരിക്കുന്ന ഒരു ലോകത്തിന്റെ പൗരരായിട്ടാണ്, പിശാച് ഭരിക്കുന്ന രാജ്യത്തിന്റെ പൗരരായിട്ടാണ് നാം എല്ലാവരും ഈ ലോകത്തിലേക്ക് വന്ന് ജനിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ആ ഒരു ജന്മം കൊണ്ട് തന്നെ പൗരത്വം നമുക്ക് പാപത്തിന്റെ പൗരത്വമാണ് ലഭിക്കുക. മാമോദിസ എന്ന് പറയുന്ന കൂദാശ എന്താണ്? ഈ പാപത്തിന്റെ ലോകത്തിലെ പൗരത്വത്തിൽ നിന്ന് നമുക്ക് മറ്റൊരു പൗരത്വം തരികയാണ്. എന്താണ്? ദൈവരാജ്യത്തിന്റെ പൗരത്വം, സ്വർഗത്തിലെ പൗരത്വം നമുക്ക് തരികയാണ്. അതാണ് ഈ നമ്മുടെ ജന്മപാപം അല്ലെങ്കിൽ ഈ ഉത്ഭവപാപം എന്നൊക്കെ പറയുന്നത്. നമ്മുടെ ആ ഒരു ചിന്താഗതി മാറ്റണം. അപ്പനും അമ്മയും പാപം ചെയ്തുകൊണ്ടാണ് എൻ്റെ പാപം. അല്ല, നമ്മുടെ ഉത്ഭവപാപം എന്ന് പറയുന്നതിനുള്ള കാരണം നമ്മൾ വന്ന് ജനിക്കുന്നത് എന്തുകൊണ്ടാണ്? ആദോ ഹവ്വായും പാപം ചെയ്യുന്നത് വരെ ഈ ലോകത്തിന്റെ അധികാരി ദൈവം തന്നെയായിരുന്നു. ഈ ലോകത്തിലെ സർവ്വകാര്യങ്ങളും നടത്താൻ ഈ ആദത്തെ കർത്താവ് ഏൽപ്പിച്ചു. ആദം പാപം ചെയ്ത് പിശാചിനോട് തോറ്റുപോയി. അതുകൊണ്ട് ഈ ലോകത്തിന്റെ അധികാരി പിശാചായി തീർന്നു. അത് കർത്താവ് തന്നെ പറയുന്നത്. ലോകത്തിന്റെ അധികാരി എന്ന് ഈ പിശാചിനെയാണ് കർത്താവ് എടുത്തു കാണിക്കുക. കർത്താവിന് നമുക്കറിയാം, സൃഷ്ടിച്ചവനായ കർത്താവിനെ കൊണ്ടുപോയി മലമുകളിൽ നിർത്തിയിട്ട് പിശാച് കാണിക്കുന്നുണ്ട്, ഈ കാണുന്നതൊക്കെ എൻ്റെതാ. കർത്താവ് പറയുന്നില്ല, അല്ലടാ, അതാണ്. കാരണം മനുഷ്യൻ പാപം ചെയ്ത് പിശാചിന്റെ അടിമത്തത്തിനായതോടെ ഈ ലോകത്തിന്റെ അധികാരി പിശാചായി തീർന്നു. ഈ പൗരത്വത്തിൽ നിന്ന് നമുക്കൊരു പുതിയ പൗരത്വം തരികയാണ് കർത്താവ് ഈ കൂദാശയിലൂടെ, മാമോദിസയിലൂടെ. നമ്മൾ അപ്പോൾ ആരായി തീരുകയാണ്? സ്വർഗരാജ്യത്തിലെ പൗരന്മാരായിട്ട് തീരുകയാണ്. സ്വർഗരാജ്യത്തിലെ പൗരന്മാരായിട്ട് തീരുകയാണ്. അങ്ങനെ പൗരത്വം നമുക്ക് കിട്ടും, അല്ലേ? നമ്മൾ ഇന്ത്യയിൽ ജനിച്ചു, നമ്മൾ അമേരിക്കയിൽ പോയി താമസിക്കുന്നു. കുറേ നാളുകൾ കഴിയുമ്പോൾ നമ്മൾ അപേക്ഷ കൊടുക്കും, നമുക്ക് വേണമെങ്കിൽ ആ പൗരത്വം ലഭിക്കും, അല്ലേ? എന്ന് പറയുന്നത് പോലെ തന്നെ, ഉദാഹരണം പറഞ്ഞതാണ്. എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മൾ ജനിച്ചത് ഈ പാപകരമായ ലോകത്തിലാണെങ്കിലും നമുക്കൊരു പൗരത്വം ഫ്രീ ആയിട്ട് കർത്താവ് തരികയാണ്. നീ വിശ്വസിക്കുന്നു എന്നതുകൊണ്ട് മാത്രം കർത്താവ് ഫ്രീ ആയിട്ട് തരികയാണ്. നിന്റെ ജന്മപാപവും അതുപോലെ തന്നെ നിന്റെ ഏതെങ്കിലും പാപം, നമ്മൾ മുതിർന്നിട്ടാണ് മാമോദിസ സ്വീകരിക്കുന്നതെങ്കിൽ അതുവരെയുള്ള സർവ്വപാപങ്ങളും അതിൻ്റെ ഫലങ്ങളും എല്ലാം കഴുകിക്കളഞ്ഞ് നിനക്ക് സ്വർഗരാജ്യത്തിന്റെ അവകാശം തരികയാണ്. അതേപോലെ തന്നെ നമ്മൾ ഈ ജീവിക്കുന്നത് എവിടെയാണ്? ഈ ലോകത്തിൽ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള പ്രലോഭനങ്ങൾ എപ്പോഴും പിശാച് തന്നുകൊണ്ടിരിക്കും. വീണ്ടും നമ്മുടെ ഈ പൗരത്വം നഷ്ടപ്പെടുത്താനുള്ള രീതിയിലുള്ള പ്രലോഭനങ്ങൾ എപ്പോഴും തന്നുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം പറയുന്നത് നമ്മളെപ്പോഴും ഈ ഒരു പ്രേരണയ്ക്കെതിരായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കണം. ഇങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ചിലപ്പോ നമുക്കൊരു തെറ്റൊക്കെ സംഭവിച്ചു പോകാം. പക്ഷെ അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ആ ഒരൊറ്റ പാപം ചെയ്തു അല്ലെങ്കിൽ വീണ്ടും ഒരു പാപം കൂടെ ചെയ്തു എന്നതിന്റെ പേരിൽ നമുക്ക് ഈ സ്വർഗരാജ്യം നഷ്ടപ്പെട്ടു പോകുന്നില്ല. സ്വർഗരാജ്യം നഷ്ടപ്പെട്ടു പോകുന്നില്ല. കർത്താവിന്റെ സ്വഭാവം എന്ന് പറയുന്നത് ക്ഷമിക്കുവാനുള്ള സ്വഭാവമാണ്. അവൻ ക്ഷമ എന്തുമാത്രം കാണിക്കാവോ അത്രമാത്രം ക്ഷമിക്കുന്നവനാണ്. അപ്പൊ അതുകൊണ്ട് മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 21-22 വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ പത്രോസ് മുന്നോട്ട് വന്ന് അവനോട് ചോദിച്ചു, കർത്താവേ, എന്നോട് തെറ്റ് ചെയ്യുന്ന എൻ്റെ സഹോദരനോട് ഞാൻ എത്ര പ്രാവശ്യം ക്ഷമിക്കണം? 7 പ്രാവശ്യമോ? ഈശോ അരുളി ചെയ്തു, 7 എന്നല്ല 770 പ്രാവശ്യം എന്ന് ഞാൻ നിന്നോട് പറയുന്നു. കർത്താവിന്റെ സ്വഭാവം അവിടെ കർത്താവ് പറയുകയാണ്. 7 പ്രാവശ്യമല്ല, 770 പ്രാവശ്യം നീ ക്ഷമിക്കണം. കർത്താവ് അങ്ങനെ നിന്നോട് പറഞ്ഞു. കർത്താവിന്റെ സ്വഭാവം അത് തന്നെയാണ്. നീ പാപം ചെയ്തു, നീ അനുദപിച്ചാൽ കർത്താവ് പൊറുക്കും. അപ്പൊ അതുകൊണ്ട് ഒന്നാമതായിട്ട് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം വേണം, പാപമോചനം എന്നൊന്നുണ്ട്. അത് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശയാണ്. അത് ആവർത്തിക്കാവുന്ന ഒരു കൂദാശയാണ്. അതാണ് വിശുദ്ധ കുമ്പസാരം എന്ന് പറയുക. പക്ഷേ ഈ കുമ്പസാരത്തിനുള്ള യോഗ്യത എവിടെയുള്ളവർക്കാണ്? സ്വർഗരാജ്യത്തിന്റെ അവകാശികൾക്കാണ് ഈ കുമ്പസാരത്തിലൂടെ വീണ്ടും പാപം മോചിക്കാനുള്ള അവകാശമുള്ളത്. അപ്പൊ അതുകൊണ്ട് ഈ കുമ്പസാരം എന്ന് പറയുന്നത് ഈ മറ്റു കൂദാശകളിലേക്ക് നമുക്ക് തുറവി തരുന്ന വാതായനമാണ്. കാരണം എന്താ? ഈ ഒരു കാര്യമില്ലെങ്കിൽ നമുക്ക് ഈ പൗരത്വം ലഭിക്കുന്നില്ല. ആ പൗരത്വത്തിലുള്ള അവകാശമാണ് നമ്മുടെ പാപമോചനം എന്ന് പറയുക. അപ്പൊ ബാക്കി എല്ലാ കൂദാശകളും, കുർബാന, കുമ്പസാരം, രോഗീലേപനം, തിരുപ്പട്ടം, അങ്ങനെയുള്ള എല്ലാ കൂദാശകളും എന്തുകൊണ്ടാണ് നമുക്ക് കിട്ടുന്നത്? സ്വർഗരാജ്യത്തിന്റെ പൗരന്മാർക്കുള്ള അവകാശമാണത്. സ്വർഗരാജ്യത്തിന്റെ പൗരന്മാർക്കുള്ള അവകാശം. അപ്പൊ അതുകൊണ്ട് ഈ മാമോദിസായ്ക്ക് ഇത്രയും വലിയൊരു കാര്യമുണ്ട് എന്ന് നീ ഓർത്തിരിക്കണം.
ഈ മാമോദിസയ്ക്ക് ഇത്രയും വലിയൊരു കാര്യമുണ്ട്. അതുകൊണ്ട് ഈ മാമോദിസ സ്വീകരിക്കണം എന്നുള്ളത് കർത്താവ് കൃത്യമായിട്ട് പറഞ്ഞു പഠിപ്പിക്കുന്നതാണ് അല്ലേ. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 15-16 വാക്യങ്ങൾ. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. അതുകൊണ്ട് ഈ സ്നാനം സ്വീകരിച്ചെങ്കിലേ ഈ പൗരത്വം നമുക്ക് ലഭിക്കുകയുള്ളൂ. ഈ പൗരത്വം ലഭിക്കുള്ളൂ. വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ നിനക്ക് സ്വർഗരാജ്യം കാണാൻ പറ്റുകയില്ല എന്ന് കർത്താവ് പഠിപ്പിക്കുന്നതിനുള്ള കാരണം അതാണ്. ഈ മാമോദീസ അത്ര പ്രാധാന്യമുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കണം. നമ്മൾ ഈ വിശ്വാസ സത്യം ഏറ്റു പറയുമ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ പറയുന്നത് ഇതാണ്, ഈ പശ്ചാത്തപിച്ചാൽ പാപമോചനം എന്നൊരു സാധ്യത നമുക്കുണ്ട്. കർത്താവ് അത് തുറന്നു തന്നിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്, ഈ കൂദാശ, മാമോദീസ എന്ന് പറയുന്ന കൂദാശ നമ്മെ സ്വർഗരാജ്യത്തിന്റെ അവകാശിയും അതേസമയം തന്നെ അവിടെയുള്ള അവകാശങ്ങളൊക്കെ നമുക്ക് മേടിച്ചിരുന്നുണ്ട്. മറ്റെല്ലാ കൂദാശകളും നമുക്ക് ലഭിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ മാമോദീസ സ്വീകരിച്ച് സ്വർഗരാജ്യത്തിന്റെ അവകാശികളായി, സ്വർഗരാജ്യത്തിലെ പൗരന്മാരായി തീർന്നത് കൊണ്ടാണ് സ്വർഗരാജ്യത്തിലെ അവകാശങ്ങളെല്ലാം നമുക്ക് ലഭിക്കുന്നത്. ഈ പാപമോചനം എന്ന് പറയുന്നത് സ്വർഗരാജ്യത്തിലെ പൗരനുള്ള അവകാശമായതുകൊണ്ടാണ് നമുക്കത് ആവർത്തിക്കാവുന്ന കൂദാശയായി വിശുദ്ധ കുമ്പസാരമുള്ളതും സ്വർഗരാജ്യത്തിന്റെ ഭക്ഷണമായ വിശുദ്ധ കുർബാന നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്നതുമൊക്കെ. ഇത് വളരെ വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കുക. ഇനി രണ്ടാമത്തെ കാര്യം, ശരീരങ്ങളുടെ ഉയർപ്പിൽ വിശ്വസിക്കുന്നു. ശരീരങ്ങളുടെ ഉയർപ്പിൽ വിശ്വസിക്കുന്നു. ഉയർപ്പിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമുണ്ടായിരുന്നു. വളരെ ചുരുക്കം ആൾക്കാരൊക്കെ അല്ലാത്ത ഒരു കാര്യത്തിൽ ഉയർപ്പൊന്നുമില്ല, ഈ ലോകത്തിൽ വെച്ച് തന്നെ എല്ലാം തീരും എന്നൊക്കെ പറയുന്നൊരു വളരെ ചുരുക്കം ആൾക്കാർ. ഉയർപ്പിൽ വിശ്വസിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ നമുക്കും കുറെ കൂടെ എളുപ്പമാണ്. പക്ഷെ ഇവിടെ കൃത്യമായിട്ട് പറയുകയാണ്, ശരീരങ്ങളുടെ ഉയർപ്പിൽ വിശ്വസിക്കുന്നു. ശരീരങ്ങളുടെ ഉയർപ്പിൽ വിശ്വസിക്കുന്നു. കൊറിന്തോസുകാരുടെ ലേഖനം 1-ാം ലേഖനം 15-12 വാക്യം. ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടതായി പ്രഘോഷിക്കപ്പെടുന്നുവെങ്കിൽ മരിച്ചവർക്ക് പുനരുത്ഥാനം ഇല്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നത് എങ്ങനെ? വീണ്ടും കർത്താവ് ഇങ്ങനെ കൃത്യമായിട്ട് സദുക്കായരോട് കൃത്യമായിട്ട് വാഗ്വാദം നടത്തുന്നത് പോലെ പറയുന്നുണ്ട്. സദുക്കായരോട് കർത്താവ് പറയുകയാണ്, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിന്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്? എന്തെന്നാൽ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അവർ വിവാഹം ചെയ്യുകയോ ചെയ്തു കൊടുക്കുകയോ ഇല്ല, മറിച്ച് അവർ സ്വർഗത്തിലെ ദൂതന്മാരെ പോലെ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെ ദൂതന്മാർക്ക് എന്തൊക്കെയുണ്ടോ അതൊക്കെ ഇവർക്കുണ്ട്. സ്വർഗത്തിലെ ദൂതന്മാർക്ക് എന്തൊക്കെയുണ്ടോ അതൊക്കെ ഉയർപ്പിക്കപ്പെടുമ്പോൾ ഈ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും. സ്വർഗത്തിലെ ദൂതന്മാർക്ക് ശരീരമുണ്ടോ? ഉണ്ടെങ്കിൽ നമുക്കും ഉണ്ട്. അങ്ങനെ ഒരു സൃഷ്ടിയുണ്ടോ? ഉണ്ടെങ്കിൽ നമുക്കും ഉണ്ട്. അവരെന്തൊക്കെയാണോ ചെയ്യുന്നത് അതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. സ്വർഗത്തിലെ ദൂതന്മാരെ പോലെയാണ്. ഇനി ആത്മാവ് മാത്രമാണോ ഉയർത്തെഴുന്നേൽക്കുന്നത്, അതോ ശരീരങ്ങൾ ഉയർത്തുന്നു? റോമക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 11-ാമത്തെ വാക്യം. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളുടെ മർത്യ ശരീരങ്ങൾക്കും നിങ്ങളിൽ വസിക്കുന്നതിന്റെ ആത്മാവിനാൽ ജീവൻ പ്രദാനം ചെയ്യും. മർത്യ ശരീരത്തിനും ജീവൻ പ്രദാനം ചെയ്യും. ഈ ശരീരത്തിന് വീണ്ടും ജീവൻ കൊടുക്കാനായിട്ട് പറ്റുമോ എന്ന് ചോദിച്ചാൽ കർത്താവ് തന്നെ ഈ ലോകത്ത് വെച്ച് തന്നെ തെളിയിക്കുന്നുണ്ട്. 3 ദിവസം അഴുകിയ ലാസറിനെ കർത്താവ് വീണ്ടും ജീവൻ കൊടുക്കുന്ന നമുക്കാണ്. ആ ശരീരത്തിന് തന്നെ ജീവൻ കൊടുക്കുന്നതാണ്. അല്ലെങ്കിൽ മരിച്ച് കൊണ്ടുപോകുന്ന നായിലെ വിധവയുടെ മകനെ അങ്ങോട്ട് കൊണ്ടുപോകുന്ന വഴിക്ക് തന്നെ ജീവൻ വിട്ടുപോയ ആൾക്ക് ഈ ജീവൻ തിരിച്ചു കൊടുക്കുന്നത് കാണാം. ഇനി അതിനേക്കാളിലും അപ്പുറം എല്ലാ അഴുകി തീർന്ന സ്ഥലത്ത് ശരീരം വീണ്ടും കൊടുക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് അല്ലേ. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ അസ്ഥികളുടെ താഴ്വര എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അസ്ഥികളോട് വചനം പറയുമ്പോൾ അസ്ഥി പെട്ടെന്നെല്ലാം അവിടെ ഇവിടെയും കിടന്ന അസ്ഥിയെല്ലാം അങ്ങോട്ട് ഒന്നിച്ചുകൂടി ആ ശരീരമൊക്കെ ദശ വന്ന് മൂടി ശരീരമൊക്കെ ഉണ്ടാകുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് ഇത് സാധ്യതയുള്ളൊരു കാര്യമാണ് അല്ലെ. ഈ ശരീരത്തിന്റെ ഉയർപ്പ് എന്ന് പറയുന്നത് സാധ്യതയുള്ളൊരു കാര്യമാണ്. പക്ഷെ ഈ ശരീരം ഉയർത്തിട്ട് നമുക്ക് എന്തെങ്കിലും കാണാൻ പറ്റുമോ? അല്ലെങ്കിൽ എപ്പോഴാണ് ഈ ശരീരം ഉയർപ്പിക്കപ്പെടുന്നത്? അപ്പൊ അതുകൊണ്ട് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം പഠിപ്പിക്കുന്നത് 997-ാമത്തെ ഭാഗം പഠിപ്പിക്കുന്നതാണ്, മരണസമയത്ത് തന്നെ ആത്മാവ് ദൈവത്തെ കണ്ടുമുട്ടുവാനായി യാത്രയാകുന്നു. അതേസമയം തന്നെ മഹത്വീകൃത ശരീരവുമായുള്ള പുനരൈക്യത്തിനായി കാത്തിരിക്കുകയും ചെയ്തു. മരണസമയത്ത് പഠിപ്പിക്കുന്ന ഇപ്രകാരമാണ്, മരണസമയത്ത് തന്നെ നമ്മുടെ ആത്മാവ് ശരീരം വിട്ട് ദൈവത്തിലേക്ക് ചേരുവാനായിട്ട് പോകുന്നു, ദൈവത്തിന്റെ അടുക്കലേക്ക് പോകുന്നു, ദൈവത്തെ കണ്ടുമുട്ടാനായിട്ട് പോകുന്നു.
അതേ സമയത്ത് തന്നെ ഈ ആത്മാവ് ഒരു കാത്തിരിപ്പിലാണ്. എന്താണ്? മഹത്വീകൃത ശരീരവുമായി വീണ്ടും യോജിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പൊ ഈ ഉയർപ്പിക്കപ്പെടുന്ന ശരീരം അതെപ്പോഴാണ് ഉയർപ്പിക്കപ്പെടുന്നത് അന്തിമ വിധിനാളിന്റെ സമയത്താണ്. ശരീരത്തിന്റെ ഉയർപ്പ് സംഭവിക്കുന്നത് അന്തിമ വിധിനാളിന്റെ സമയത്താണ്. അതിനുവേണ്ടി ആത്മാവ് സ്വർഗത്തിലാണെങ്കിൽ സ്വർഗത്തിൽ, നരകത്തിലാണെങ്കിൽ നരകത്തിൽ കാത്തിരിക്കുന്നുണ്ട് ഈ അന്തിമ വിധിനാളിലേക്ക്. ഈ ഉയർപ്പിക്കപ്പെടുന്ന ശരീരം എന്ന് പറയുന്നത് നമ്മളിപ്പോ ഈ കാണുന്ന അതേ ശരീരമാണോ എന്ന് ചോദിച്ചാൽ അല്ല. അതാണ് നമ്മൾ ഇന്ന് ആദ്യ ഭാഗത്ത് വായിച്ചു കഴിഞ്ഞത്. ഇന്ന് നമ്മൾ ധ്യാനം തുടങ്ങിയ സമയത്ത് വായിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. ആത്മീയ ശരീരമുണ്ട്, ഭൗതിക ശരീരമുണ്ട്, അല്ലെ? നമ്മുടെ ഈ ശരീരം എന്ന് പറയുന്നത് അഴുകാനായിട്ട് വിട്ടുകൊടുക്കുകയാണ്. ഇത് അഴുകി കഴിയുമ്പോൾ ആ അഴുകലിൽ നിന്ന് പുതിയൊരെണ്ണം ഉണ്ടാകുകയാണ്. പുതിയൊന്നുണ്ടായി. അതാണ് മഹത്വീകൃത ശരീരം എന്ന് പറയാം. ഈ മഹത്വീകൃത ശരീരത്തിന് ചില പ്രത്യേകതകളുണ്ട്. എന്ന് പറഞ്ഞാൽ ഈശോ ഈ ലോകത്തിൽ നിന്ന് ഉദ്ധാനം ചെയ്തു കഴിഞ്ഞ് 40 ദിവസം ഇവിടെ നിന്നു. എന്തിനു വേണ്ടിയിട്ടാണെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത് ഇപ്രകാരമാണ്: അവൻ ഈ ലോകത്തിൽ 40 ദിവസം നിന്ന് ശിഷ്യന്മാർക്ക് വേണ്ടത്ര തെളിവുകൾ കൊടുക്കാനായിട്ടാണ്. അപ്പൊ കർത്താവിന്റെ ശരീരത്തിന് ചില പ്രത്യേകതകളുണ്ട്. നിങ്ങളൊന്ന് ഓർത്ത് നോക്കി. ഉദ്ധാരണം ചെയ്ത കർത്താവിന്റെ ശരീരത്തിന് ചില പ്രത്യേകതകൾ. ആ ശരീരത്തിന്റെ പ്രത്യേകത എന്താ? അന്ന് വരെ നേരിട്ട് കണ്ടോണ്ടിരുന്ന ആളുകൾക്ക് ചില സമയത്ത് മനസ്സിലാകുന്നില്ല, അല്ലെ? മഗ്ദലന മറിയം പക്ഷെ ഒത്തിരി സ്നേഹിച്ചിരുന്ന ഒരാളാണ്. അവള് പറയുന്നത് തോട്ടക്കാരനാണെന്നാണ് വിചാരിച്ചത്. കർത്താവിന്റെ കൂടെ നടന്ന സ്ലീഹന്മാര്, അവരുടെ കൂട്ടത്തിൽ കർത്താവ് എമ്മാവൂസിലേക്ക് യാത്ര ചെയ്യുകയാണ്. കൂടെ അത്രയും നേരം നടന്നിട്ട് അവർ തിരിച്ചറിയുന്നില്ല. തിബേരിയോസ് കടൽ തീരത്ത് അപ്പവും മീനും ഒക്കെ ഒരുക്കി വെച്ച് കർത്താവ് കാത്തിരിക്കുകയാണ്. വലതുവശത്തേക്ക് വലയിറക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അവർ തിരിച്ചറിയുന്നില്ല ഇത് കർത്താവാണ് എന്ന്. അവരപ്പോൾ തിരിച്ചറിയുന്നില്ല. കർത്താവ് പ്രത്യക്ഷപ്പെട്ട് മറ്റൊരു പ്രത്യേകത ഇതാണ്: വാതിലുകൾ അടച്ചിരുന്ന സമയത്ത് അവൻ അകത്ത് പ്രവേശിച്ചു. വാതിലുകൾ അടച്ചിരുന്നു, അകത്ത് പ്രവേശിച്ചു. നമ്മുടെ ഈ ശരീരത്തിന് അത് പറ്റൂല. വാതിലുകൾ അടച്ചിരുന്നിട്ട് അവൻ അകത്ത് പ്രവേശിച്ചു. എന്നാൽ അവൻ പറയുന്നുണ്ട്, എന്നെ വന്ന് തൊട്ടു. അവന് ഭൂതമല്ല എന്ന് തെളിയിക്കാൻ വേണ്ടി അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. അപ്പൊ ഈ ശരീരത്തെ കുറിച്ച് നമുക്ക് എന്താണ് അറിയാവുന്ന? കർത്താവ് എന്തെല്ലാം തെളിവുകളാണ് തന്നേക്കുന്നത്, എന്തെല്ലാം തെളിവുകൾ. ചില സമയത്ത് അവൻ അതുപോലെ തന്നെ തിരിച്ചറിയുന്നുണ്ട്. ആണിപ്പാടുകളും ഒക്കെ ആയിട്ട് തിരിച്ചറിയുന്നുണ്ട്. ചില സമയത്ത് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ചില സമയം ഭിത്തിയൊന്നും ചില സമയത്ത് അവനൊരു തടസ്സമല്ല അകത്തേക്ക് വരാനായിട്ട് സാധിക്കുക. അപ്പൊ ആത്മീയ ശരീരത്തിന് അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. ഭൗതിക ശരീരം എന്ന് പറയുന്നത് നമ്മൾ കാണുന്നത്. അപ്പൊ ഉയർപ്പിക്കപ്പെടുന്നത് ഈ ആത്മീയ ശരീരമാണ്. ഈ ആത്മീയ ശരീരം ഉയർപ്പിക്കപ്പെടും. അതിൽ നമ്മൾ വിശ്വസിക്കണം. ഈ ആത്മീയ ശരീരം ഉയർപ്പിക്കപ്പെടും എന്ന് പറഞ്ഞാൽ നമ്മളിൽ നിന്ന് വേർപെട്ടു പോയ ആത്മാവ് അന്തിമ വിധിനാളിൽ നമ്മളുടെ മറ്റൊരു ശരീരവുമായി മാറും. എന്ന് പറഞ്ഞാൽ രൂപാന്തരപ്പെട്ട ശരീരമായിട്ട് മാറും. ഈശോയുടെ ശരീരം രൂപാന്തരപ്പെട്ടതുപോലെ തന്നെ നമ്മുടെ ശരീരവും രൂപാന്തരപ്പെട്ട ശരീരമായിട്ട് മാറും. ഇനി ആരാണ് ഉയർത്തെഴുന്നേൽക്കുന്നത്? ആരൊക്കെ ഉയർത്തെഴുന്നേൽക്കും? മരിച്ചവരെല്ലാവരും ഉയർത്തെഴുന്നേൽക്കും. അത് ബൈബിളിൽ അത് കൃത്യമായിട്ട് പറഞ്ഞു പഠിപ്പിക്കുന്നുണ്ട്, അല്ലെ? യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 28-29 വാക്യങ്ങൾ. ഇതിൽ നിങ്ങൾ വിസ്മയിക്കേണ്ട. എന്തെന്നാൽ കല്ലറയിലുള്ളവരെല്ലാം അവന്റെ സ്വരം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനായും തിന്മ ചെയ്തവർ ശിക്ഷാവധിയുടെ ഉയർപ്പിനായും പുറത്തു വരും. അപ്പൊ മരിച്ചവരെല്ലാവരും ഉയർപ്പിക്കപ്പെടും. എന്തിനാണ്? ചിലര് നിത്യജീവനിലേക്ക്, ചിലർക്ക് നിത്യശിക്ഷയിലേക്ക്. അപ്പൊ അങ്ങനെ ഒരു ഉയർപ്പിക്കപ്പെടലുണ്ട്. നിത്യമായ ഒരു ജീവനിലേക്കോ നിത്യമായ നരകത്തിലേക്കോ ഒരു ഉയർപ്പിക്കപ്പെടലുണ്ട്. ഇനി മറ്റൊരു കാര്യം കൂടെ പറയും. കർത്താവ് രണ്ടാമത്തെ വരവിന്റെ കാര്യം പറയുമ്പോൾ വളരെ വ്യക്തമായിട്ട് പറയുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ലേഖനം, 1-ാമത്തെ ലേഖനം 4-ാം അധ്യായം 16-17 വാക്യങ്ങൾ. എന്തെന്നാൽ അധികാരപൂർണമായ ആജ്ഞാവചനം കേൾക്കുകയും പ്രധാന ദൂതന്റെ ശബ്ദം ഉയരുകയും ദൈവത്തിന്റെ കാഹളധ്വനി മുഴങ്ങുകയും ചെയ്യുമ്പോൾ കർത്താവ് സ്വർഗത്തു നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരണമടഞ്ഞവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായി നമ്മിൽ അവശേഷിക്കുന്നവർ ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കാനായി അവരോടൊപ്പം മേഘങ്ങളിൽ സംവഹിക്കപ്പെടും. അങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ആയിരിക്കുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ അന്തിമ വിധി നാളിൽ സംഭവിക്കാൻ പോകുന്നത് മരിച്ചവർ മാത്രമല്ല, മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും.
പക്ഷെ കർത്താവ് വരുന്ന സമയത്ത് നമ്മളും മേഘങ്ങളിൽ വഹിക്കപ്പെടും, അവിടെ ചെന്ന് നിൽക്കും. എല്ലാ സ്ഥലത്തു നിന്നും ആളുകൾ ഒരുമിച്ച് കൂട്ടും എന്നൊക്കെ അന്ത്യവിധിയുടെ കാര്യം പറയുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 25-ാമത്തെ അധ്യായത്തില് അന്ത്യവിധിയെ കുറിച്ച് പറയുമ്പോൾ എല്ലാവരും, എല്ലാ ജനതകളും ഒരുമിച്ച് കൂട്ടപ്പെടും, എല്ലാ ജനതകളും ഒരുമിച്ച് കൂട്ടപ്പെടും എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായ സകലരും കർത്താവിന്റെ ഈ വിധിയുടെ മുമ്പിൽ നിൽക്കേണ്ടതായിട്ട് വരും. ആദ്യം ഉയർത്തെഴുന്നേൽക്കുന്നത് മരിച്ചവരാണ്. കാരണം നമ്മൾ പറഞ്ഞില്ലേ, മരിച്ച സെക്കൻഡിൽ തന്നെ ആത്മാവ് ഉത്ഥാനം ചെയ്ത് കഴിഞ്ഞു. പിന്നെ അതൊരു കാത്തിരിപ്പുണ്ട്. എന്താണ്? ആത്മീയ ശരീരവുമായി കൂടിച്ചേരുന്നത് വരെയുള്ള ഒരു കാത്തിരിപ്പ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. മൂന്നാമത്തെ കാര്യം ക്ലിയറായി എന്ന് അച്ഛൻ കരുതുകയാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ 2 കാര്യങ്ങളാണ് പറഞ്ഞത്. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏക മാമോദീസ, പാപമോചനത്തിനുള്ള ഏക മാമോദീസ, ശരീരത്തിന്റെ ഉയർപ്പ്. ഇത് ഏത് സമയത്താണ് എന്നാണ് അച്ഛൻ നിങ്ങളോട് പറഞ്ഞത്. ഏത് തരത്തിലാണ് എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ഇനി നിത്യജീവൻ, ഇതിലാണ് നമ്മൾ മൂന്നാമതായിട്ട് വിശ്വസിക്കുന്നുവെന്ന് ഏറ്റു പറയുന്ന കാര്യം. നിത്യമായിട്ടുള്ള ഒരു ജീവിതമാണ് ഇതിനപ്പുറത്തേക്കുള്ള ഒരു ജീവിതം. ഈ ലോകത്തിലെ ജീവിതം ഒരിക്കൽ തീരും. അത് നമ്മളെപ്പോഴും നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ്. ഒരു 10 വർഷം കഴിഞ്ഞ്, ഒരു 50 വർഷം കഴിഞ്ഞ്, അല്ലെങ്കിൽ മാക്സിമം പോയാൽ ഒരു 100 വർഷം കഴിയുമ്പോൾ ഉറപ്പായിട്ടും ഈ ലോകത്തിൽ ജനിക്കുന്ന ഒരാൾ മരിച്ചിരിക്കും. ഈ ലോകത്തിൽ നിന്ന് ഒരു അവസാനമാണ്. പക്ഷെ ഇതിനപ്പുറമുള്ള ജീവിതം എന്ന് പറയുന്നത് ഒരിക്കലും തീരാത്ത ജീവിതമാണ്, നിത്യമായിട്ടുള്ള ജീവിതമാണ്. നിത്യജീവൻ എന്ന വാക്ക് കർത്താവ് പല പ്രാവശ്യം ഉപയോഗിക്കുന്ന കാര്യമാണ്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തില് വിശുദ്ധ കുർബാനയെ കുറിച്ച് ഒരു അധ്യായം മുഴുവൻ പഠിപ്പിക്കുമ്പോൾ കർത്താവ് ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ്, ഈ അപ്പം ഭക്ഷിക്കുന്നവൻ നിത്യമായി ജീവിക്കും, അവൻ ഒരിക്കലും മരിക്കുകയില്ലാത്തൊരു ജീവിതം കിട്ടും. നിത്യജീവൻ അവനുണ്ടാവും. ഒരിക്കലും അസ്തമിക്കാത്ത ഒരു ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്നാണ് നമ്മൾ ഇവിടെ ഏറ്റു പറയുക. ഒരിക്കലും അസ്തമിക്കാത്ത ഒരു ജീവൻ. ഈ ജീവൻ എപ്പോഴും സ്വർഗത്തിലാണോ? അല്ല. അതാണ് എന്റെ പ്രശ്നം. നമ്മൾ പ്രസാദപരാവസ്ഥയിലല്ല മരിക്കുന്നതെങ്കിൽ നമുക്ക് എന്ന് പറഞ്ഞാൽ ഓർത്തിരിക്കുക, ഉത്തരകേരള സഭയുടെ പ്രബോധന ഗ്രന്ഥം പഠിപ്പിക്കുന്ന ഇപ്രകാരമാണ്: ചാവദോഷത്തിലല്ല എങ്കിൽ അവന് സ്വർഗത്തിലേക്കുള്ള പ്രവേശനമുണ്ട്. അത് ഒരുപക്ഷെ നേരിട്ടായിരിക്കുകയില്ല, ശുദ്ധീകരണ സ്ഥലത്തിൽ കിടന്നതിന് ശേഷമായിരിക്കാം. പക്ഷേ അവന് സ്വർഗത്തിലേക്ക് പ്രവേശനം. പക്ഷെ ചാവദോഷത്തോടു കൂടിയാണ് മരിക്കുന്നതെങ്കിൽ, ജീവിതാവസാനം വരെ മാനസാന്തരപ്പെടാതെയാണ് അവൻ മരിക്കുന്നതെങ്കിൽ അവന് നിത്യനാശം ഉറപ്പാണ് എന്ന് കൃത്യമായി അടിവരയിട്ട് ബൈബിളും സഭയും കൃത്യമായി പഠിപ്പിക്കുന്നു. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായം 21-23 വരെയുള്ള വാക്യങ്ങൾ: എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ്. ശാരീരികമായി ഇനിയും ഞാൻ ജീവിക്കുകയാണെങ്കിൽ ഫലപ്രദമായി ജോലി ചെയ്യാൻ സാധിക്കും. എങ്കിലും ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇവ രണ്ടിനുമിടയിൽ ഞാൻ ഞെരുങ്ങുന്നു. എങ്കിലും എൻ്റെ ആഗ്രഹം മരിച്ച് ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കാനാണ്. കാരണം അതാണ് കൂടുതൽ ശ്രേഷ്ഠം. എന്ന് പറഞ്ഞാൽ സ്വർഗം എന്ന് പറയുന്നത് ഈ ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുന്ന അവസ്ഥയാണ്. ക്രിസ്തുവിനെ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥ എന്താണോ അതാണ് സ്വർഗം എന്ന് പറയുന്ന അവസ്ഥ. നരകം എന്ന് പറയുന്ന അവസ്ഥ ദൈവത്തിൽ നിന്ന് മറയ്ക്കപ്പെട്ട് മാറി നിൽക്കുന്ന അവസ്ഥയാണ്. ഈ അവസ്ഥയെ, ഈ ആത്മാവിന്റെ അവസ്ഥയെ കർത്താവ് ഈ ലോകത്തിലെ ഉദാഹരണം വെച്ച് പറയുന്നതെന്നറിയാമോ? ഗേഹന്ന എന്ന് പറഞ്ഞാൽ കെടാത്ത തീയും ചാകാത്ത പുഴുവുമുള്ള സ്ഥലം പോലെയാണ് ഈ ഒരു അവസ്ഥ എന്ന് പറയാം. നീ തീക്കകത്ത് വീണാൽ എന്തുമാത്രം വേദന നിനക്ക് അനുഭവപ്പെടും. ഒരിക്കലും കെടാത്ത തീയിൽ നീ വീണാൽ ഒരിക്കലും തീരാത്ത ഒരു വേദനയായി നീ തീക്കകത്ത് കിടന്നാൽ എന്തുമാത്രം വേദനയുണ്ടോ ആ വേദനയാണ് ദൈവത്തിൽ നിന്ന് മുഖം മറയ്ക്കപ്പെട്ടു പോയ അവസ്ഥയിൽ നിന്റെ ആത്മാവ് അനുഭവിക്കാനായിട്ട് പോകുന്നത്. അതും എന്നാന്നറിയാവോ? നിത്യമായ അവസ്ഥയാണ്, ഒരിക്കലും തീരാത്ത അവസ്ഥയാണ്. എന്ന് പറഞ്ഞാൽ ഈ വേദന കർത്താവ് ഒരിക്കലും കള്ളത്തരം പറയല്ല. ഈ വേദന എന്ന് പറയുന്നത്, നരകത്തിന്റെ വേദന എന്ന് പറയുന്നത്, തീക്കകത്ത് നീ കിടക്കുകയാണ്. ആ തീ കിടത്തില്ല, നിന്റെ ശരീരം ഒരിക്കലും വെന്ത് ചാമ്പലായി പോവുകയില്ല. എന്നേക്കുമായി ഒരിക്കലും അസ്തമിക്കാത്ത വണ്ണം ഇത്രമാത്രം വേദന സഹിക്കുന്ന ഈ ലോകത്തിലെ വേദന, നിനക്കറിയാവുന്ന ഈ ലോകത്തിലെ വേദന, അതാണ് നരകം എന്ന് പറയുന്ന അവസ്ഥ. അത്ര
അത്രയ്ക്ക് വേദന ദൈവത്തെ കാണാത്തത് കൊണ്ട് നിന്റെ ആത്മാവ് അനുഭവിച്ചു കൊണ്ടിരിക്കും. അത് ഒരിക്കലും തീരുകയുമില്ല. ഒരിക്കലും അവിടെ നിന്ന് മുകളിലേക്ക് പ്രവേശിക്കാനായിട്ട് പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നിത്യമായ ഒരു ജീവിതമുണ്ട് എന്ന് നമ്മൾ ഏറ്റു പറയുമ്പോൾ ഒരേ സമയത്ത് നിത്യമായി സ്വർഗം എന്നൊന്നുണ്ട് എന്നും നിത്യമായി നരകത്തിലേക്ക് പോകാനുള്ള ചാൻസ് എനിക്കുണ്ട് എന്നും നമ്മൾ വിശ്വസിച്ചേറ്റ് പറയുകയാണ്. ഒരേ സമയം നിത്യമായി ദൈവത്തെ കണ്ടുകൊണ്ട് സന്തോഷിക്കാനുള്ള അവസരവും അതേ സമയത്ത് തന്നെ നിത്യമായി നരകത്തിൽ ദൈവത്തിൽ നിന്ന് മാറി നിന്ന് ഏറ്റവും കൂടുതൽ സഹിക്കാവുന്നതിന്റെ അങ്ങേയറ്റത്തെ വേദന സഹിച്ച് ഒരിക്കലും അസ്തമിക്കാത്ത നരകത്തിലേക്ക് പോകാനും എനിക്ക് ചാൻസ് ഉണ്ട് എന്ന് നമ്മൾ ഏറ്റു പറയുകയാണ്. എന്തുകൊണ്ടാണ് ഇത് ഏറ്റു പറയുന്നത്? നമ്മളുടെ ഉള്ളിലൊരു ഭയമുണ്ടാകും. ഈ ഭയം എന്ന് പറയുന്നത് നിത്യമായ നരകത്തിലേക്ക് പോവാതിരിക്കാനുള്ള വഴികൾ തേടാൻ വേണ്ടിയിട്ടാണ്. അതിനുള്ള വഴി എന്തൊക്കെയാണ്? വിശുദ്ധ കൂദാശകൾ സ്വീകരിക്കുക. അതാണ് ഏറ്റവും നല്ല വഴി. വിശുദ്ധ കൂദാശകൾ ഏറ്റവും യോഗ്യതയോടെ സ്വീകരിച്ചാൽ നമുക്ക് നിത്യമായ സ്വർഗത്തിലേക്ക് എത്താനായിട്ട് പറ്റും. അപ്പൊ അതുകൊണ്ട് ഈ 3 കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവണം. 3 കാര്യങ്ങൾ. ഒന്നെന്താണ്? പാപമോചനം എന്നുണ്ട്. ഈ പാപമോചനത്തിലുള്ള മാമോദീസായി ഞാൻ വിശ്വസിക്കുന്നു. എന്തുകൊണ്ടാണ് മാമോദീസയുടെ കാര്യം അവിടെ എടുത്തു പറയുന്നത്? ഈ മാമോദീസ നമ്മളെ പാപകരമായ ലോകത്തിൽ നിന്ന് സ്വർഗത്തിലെ പൗരന്മാരാക്കി തീർക്കുകയാണ്. ബാക്കി എല്ലാ കൂദാശകളും വീണ്ടും വീണ്ടും പൊറുക്കപ്പെടാനുള്ള അവസരവും ഒക്കെ ഈ സ്വർഗത്തിലെ പൗരനായെങ്കിൽ മാത്രമേ സാധ്യതയുള്ളൂ. വിശുദ്ധ കുർബാന സ്വീകരിക്കുക. സ്വർഗത്തിന്റെ അപ്പമാണ് വിശുദ്ധ കുർബാന. ഈ അപ്പം സ്വീകരിക്കണമെങ്കിൽ സ്വർഗത്തിലെ പൗരനായേ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ബാക്കി എല്ലാ കൂദാശകളും നേടണമെങ്കിൽ നമ്മൾ ആദ്യം ആവേണ്ടത് എന്താണ്? സ്വർഗത്തിലെ പൗരനായി തീരുകയാണ്. ആ സ്വർഗത്തിലെ പൗരനാകുന്നത് എങ്ങനെയാണ്? മാമോദീസായിലൂടെ കർമ്മപാപവും ജന്മപാപവും എല്ലാം തീർത്ത് അതിന്റെ എല്ലാ ശിക്ഷകളിൽ നിന്നും മാറി ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് ഈ പാപത്തിന്റെ ലോകത്തിലെ പൗരത്വത്തിൽ നിന്ന് നമ്മൾ സ്വർഗത്തിലെ പൗരത്വത്തിലേക്ക് മാറി. അപ്പൊ അവിടേക്ക് നമ്മൾ എത്തുകയാണ്. ഇനി രണ്ടാമത്തെ കാര്യം നമ്മൾ പറയുന്നതാണ് പാപങ്ങളുടെ മോചനത്തിലുള്ള ഏക മാമോദീസ ശരീരത്തിന്റെ ഉയർപ്പ്. എൻ്റെ ആത്മാവ് മാത്രമല്ല, എൻ്റെ മരണം സംഭവിക്കുമ്പോൾ എൻ്റെ ആത്മാവ് ദൈവത്തിങ്കിലേക്ക് പോകുമെങ്കിലും അവിടെ ഒരു വെയിറ്റിങ്ങിലാണ്. എന്തിനാണ്? എൻ്റെ ബഹുദ്ധീകരിക്കപ്പെട്ട ശരീരത്തോട് ചേരാൻ വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പ് അവിടെ നടക്കുന്നുണ്ട്. അതും കൂടെ ആകുമ്പോഴാണ്, ശരീരത്തിന്റെ ഉയർപ്പും കൂടെ ആകുമ്പോഴാണ് നമ്മുടെ ഉത്ഥാനം പൂർത്തിയാകുന്നത്. അത് സംഭവിക്കുന്നത് എപ്പോഴാണ്? അന്തിമ വിധി നാളിന്റെ സമയത്ത്. ആ ശരീരത്തിന്റെ പ്രത്യേകതകൾ നമ്മളിപ്പോൾ പറഞ്ഞു. ഇനി ഈ ലോകത്തിലെ ജീവിതം ഒരിക്കൽ തീരും. ഇതിനപ്പുറത്തേക്ക് ഒരു നിത്യജീവനുണ്ട്. ഒരിക്കലും അസ്തമിക്കാത്ത ഒരു ജീവനുണ്ട്. അത് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞ് തീരേണ്ടതാണ്. എന്ന് പറഞ്ഞാൽ ഈ ലോകം കഴിഞ്ഞാൽ വേറൊരു ചാൻസ് എനിക്കില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ മറ്റ് മതസ്ഥരായിട്ടുള്ള ആളുകളൊക്കെ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇത് കഴിയുമ്പോൾ ഞാൻ മോശമായിട്ട് ജീവിച്ചാൽ എന്തെങ്കിലും മൃഗമായിട്ട് ജനിക്കും. നമുക്കങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഈ ലോകത്തിലെ ജീവിതം കഴിഞ്ഞിട്ട് പിന്നൊരു ചാൻസ് ഇല്ല. ഈ സ്വർഗമോ നരകമോ മാറ്റിയെടുക്കാനായിട്ടൊരു ചാൻസ് ഇല്ല. അത് പിന്നീട് കൃത്യമാണ്. പിന്നീട് അത് മാറ്റമില്ലാത്തതാണ്, നിത്യമായിട്ടുള്ളതാണ്. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 46-ാമത്തെ വാക്യം അന്ത്യവിധിയുടെ അവസാനത്തെ കാര്യമാണ്. ഇവർ നിത്യശിക്ഷയിലേക്കും നീതിമാന്മാർക്ക് നിത്യജീവനിലേക്കും പ്രവേശിക്കും. നിത്യമായ ശിക്ഷ, നിത്യമായ ജീവൻ. ഇത് കർത്താവ് പല പ്രാവശ്യം ആവർത്തിച്ച് പറയുന്ന ഒന്നാണ്. ഈ ലോകത്തിലെ ജീവിതം തീരുന്നത് വരെ നിനക്ക് ചാൻസ് ഉള്ളൂ. ഒന്നെങ്കിൽ നിത്യമായ ജീവൻ, അല്ലെങ്കിൽ നിത്യമായ നാശം. ഇതേത് വേണമെന്ന് ഈ ലോകത്തിലായിരിക്കുമ്പോൾ നിനക്ക് തീരുമാനിക്കാം. എങ്ങനെയാണ്? മാമോദീസായിലൂടെ സ്വർഗത്തിലെ പൗരനായിട്ട് തീർന്നിട്ട് സ്വർഗത്തിന്റെ അവകാശങ്ങളൊക്കെ വാങ്ങിച്ചെടുത്ത് നീ ജീവിച്ചാൽ മതി. സ്വർഗത്തിലെ പൗരനായിട്ട് ജീവിച്ചിട്ട് മറ്റ് അവകാശങ്ങളൊന്നും എനിക്ക് വേണ്ട, ഡ്യൂട്ടികളൊന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ജീവിച്ചാൽ അത് സ്വർഗത്തിനെതിരായിട്ടുള്ള പാപം തന്നെയാണ്. അത് നിന്നെ നാശത്തിലേക്ക് കൊണ്ടുപോകും. ഞാൻ പൗരനാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവിടുത്തെ നിയമങ്ങൾ കൃത്യമായി അനുസരിക്കണം, അല്ലെ? അവിടുത്തെ അവകാശങ്ങൾ കൃത്യമായി നിനക്ക് വാങ്ങിച്ചെടുക്കാൻ അധികാരമുണ്ട്. അത് നീ വാങ്ങിച്ചെടുക്കണം. പാപങ്ങൾ മോചിക്കപ്പെടാനുള്ള അവകാശം, സ്വർഗത്തിന്റെ അപ്പം ഭക്ഷിക്കാനുള്ള അവകാശം ഒക്കെ നീ വാങ്ങിച്ചെടുക്കണം. അങ്ങനെ നീ ജീവിക്കുമ്പോൾ നിനക്ക് നിത്യജീവൻ ഉണ്ടാകും. അതല്ല എങ്കിൽ പേടിക്കണം, ഇതിനപ്പുറത്തേക്ക് ഒരു നിത്യനാശമാണ് എന്നെ കാത്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് വിശ്വാസ പ്രമാണത്തിലെ അവസാനത്തെ ഭാഗമാണ് നമ്മളിന്ന് വായിച്ചത്. പാപമോചനത്തിലുള്ള ഏക മാമോദീസ, ശരീരത്തിന്റെ ഉയർപ്പ്, നിത്യജീവൻ.
ഈ 3 കാര്യം നമ്മൾ വിശ്വസിച്ച് ഏറ്റു പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഈ സത്യങ്ങളെല്ലാം ഓർത്തെടുക്കാനായിട്ട് സാധിക്കട്ടെ. തമ്പുരാൻ നമ്മളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.